നിങ്ങൾ പ്രതിപക്ഷ മര്യാദയോടെ സംസാരിക്കണേ. സാദാതീങ്ങളെ തെറിവിളിക്കല്ലേ. അവരാരെന്നറിയോ? ഇവിടെ വരുന്നുണ്ടല്ലോ സയ്യിദുൽ ഉലമാ ജിഫ്രി മുട്ടുകോയാട്ടങ്ങള്. ഇവിടെ വരുന്നല്ലോ സയ്യിദുൽ ഉമ്മ പാണക്കാട് മഹാനായ സാദിഖ് അലി തങ്ങള്. വരുന്നുണ്ടല്ലോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സീമന്തപുത്രൻ മഹാനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങള്. അവരാരെന്നറിയോ? ഇരിക്കുന്ന യമാനി, ഈ പറയുന്ന മന്നാനി, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും വാപ്പയുടെ കഥ അറിയോ? ഉമർ കാലിത്തങ്ങൾ തന്നെ പറയട്ടെ, നമ്മുടെ കാരണവരവരാണ്. അയാ ഫാഖിറൻ ബിന്നസബി കൈഫ തഫാഖുറു വഅസ്ലുകും മിൻ ഖബ്ലു തിയം വനായരു വഅശാരി വമുശാരി വമണ്ണാനു പറയരു വചട്ടി വചാമാരും വനാടാരു പാണരു. നമ്മുടെ വാപ്പ ചെട്ടിയാരോ ചാന്തനോ ഒക്കെ ആയിരിക്കും അല്ലേ? നമ്മുടെ വാപ്പാടെ വാപ്പ കുറച്ചങ്ങോട്ട് പോയി 4 തലമുറ കഴിഞ്ഞ ചെട്ടിയാര്, ചാന്ന, നാടൻ, പാണൻ, ഇതൊക്കെ നമ്പാര് ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ സാദാതീങ്ങളുടെ വാപ്പ മുസ്ലിമും സയ്യിദും, അവരുടെ വാപ്പ മുസ്ലിമും സയ്യിദും. അങ്ങനെ പോയാൽ ഒരു 10-40 തലമുറ കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ജിഫ്രി കുടുംബത്തിന്റെ കാരണവരാരാ? കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ സയ്യിദ് കുടുംബത്തിന്റെ കാരണവരാരാ? സയ്യിദുൽ വറാ നബിയുസ് സഖലൈനി ഇമാമുൽ മുത്തഖീ ഇമാമുൽ ഹറമൈൻ വസീലത്തുനാ ഫിദ്ദാറൈൻ. ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുടം, നമ്മുടെ കൽബിന്റെ കണ്ണിലെ കൃഷ്ണമണി, കൽബിന്റെ തുടിപ്പ്, നമ്മുടെ വികാരം, നമ്മുടെ വിചാരം, റൂഹി ഫിദാ അഹ്മദ് മുജ്തബാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നാവ് പൊന്തുന്നു വിമർശനങ്ങളും ആക്ഷേപങ്ങളും സോഷ്യൽ മീഡിയയിൽ കുത്തിക്കുറിക്കാൻ. എന്താ കാര്യം? നീ മുഅ്മിനാകുന്ന ഒരു സംഘത്തിൽ ചേരുകയും സത്യം നീ പറ. അതിന്റെ പേരിൽ എന്തെല്ലാം വിമർശനങ്ങൾ വന്നാലും കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്ക്. ഇങ്ങനെ ചെയ്താൽ സ്വർഗത്തിലേക്ക് പോകാം. ഇല്ലെങ്കിൽ തോണ്ടി വെക്കുന്നത് മുഴുവനും നരകത്തിന്റെ